ഗുരുവും ആത്മോപദേശ ശതകം ശ്ലോകം 61 മുതൽ 70 വരെ. വെളിവിഷയം വിലസുന്നു വേറുവേറായളവിടുമിന്ദ്രിയമാർന്നു തൻ്റെ ധർമ്മം ജളതയതിങ്ങു ദിഗംബരാതി മാമാവലിയുളുയർന്നറിവായി മാറിടുന്നു. പരവശനായി പരതത്വം എൻ്റെതെന്നോർക്കരുതരുതെന്നു കതിപ്പതൊന്നിനാലെ വരുമറിവേതു വരാ കതിപ്പതാലെ പരമപദം പരിചിന്ത ചെയ്തിടേണം. അറിവിലിരുന്ന പരത്വമാർന്നിടാതീ അറിവിനെ ഇങ്ങറിയുന്നതെന്നിയെ താൻ പരവശനായ അറിവീല പണ്ഡിതൻ തൻ പരമരഹസ്യമിതാരു പാർത്തിടുന്നു. പ്രതിവിഷയം പ്രതിബന്ധമേറിമേവുന്നിതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ. അതിവിശദ സ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയുന്നിതിനില്ല നീതിഹാനി. ഒരു കുറി നാം അറിയാത്തതൊന്നും ഇങ്ങില്ലൊരു മറവാലറിവിയിലുണർന്നിതെല്ലാം അറിവവരില്ലതിരറ്റതാകയാൽ ഈ അരുമയെ ആരറിയുന്നഹോ വിചിത്രം. ഇര മുതലായവയെന്നും ഇപ്രകാരം വരുമിനിയും വരവറ്റു നിൽപ്പതേകം. അറിവതു നാം അതു തന്നെ മറ്റുമെല്ലാവരും അതു തൻ വടിവാർന്നു നിന്നിടുന്നു. ഗണനയിൽ നിന്നു കവിഞ്ഞതൊന്നു സാധാരണമിവ രണ്ടുമൊഴിഞ്ഞരന്യരൂപം. നിലവിലുമില്ലതു നിദ്രയെങ്കിലും മേലിന നഗരത്തിലുമെങ്ങുമില്ല നൂനം. അരവവടാകൃതി പോലകന്ത രണ്ടായറിവിലുമങ്കിയിലും കടക്കയാലേ ഒരു കുറി ആര്യ ഇതങ്ങനാര്യയാകുന്നൊരു കുറിയെന്നുണരേണം മോഹശാലി. ശ്രുതി മുതലാം തുരകം തൊടുത്തൊരാത്മപ്രതിമയെഴും കരണപ്രവീണനാളും രതിരഥമേറി അഹന്തരമ്യരൂപം പ്രതി പുറമേ പെരുമാറിടുന്ന ജസ്രം. ഒരു രതി തന്നെ അഹന്ത ഇന്ദ്രിയ അന്ധകരണകളേവര എന്നിതൊക്കെയായി വിരിയുമിതിന്നു വിരാമമെങ്ങു വേറാറിവവനെന്നറിവോളമോർത്തിടേണം.